മനുഷ്യർ ഇന്നത്തോളം പരിഷ്കൃത നാഗരികതകളിലേക്ക് പുരോഗമിക്കും മുമ്പ് യുദ്ധങ്ങൾ നടന്നിരുന്നത് പടനിലങ്ങളിലായിരുന്നു. കൊല്ലാനും കൊല്ലപ്പെടാനും സന്നദ്ധരായി സംഗമിക്കുന്ന യോദ്ധാക്കൾ കൊണ്ടും കൊടുത്തും പടനിലങ്ങളിലാണ് ജയപരാജയങ്ങൾ തീർപ്പാക്കിയിരുന്നത്. അതിനാൽ തന്നെ രണോത്സകരുടെ ബലാബല പരീക്ഷണങ്ങളധികവും ജനവാസ മേഖലകളെയോ വീടുകളിൽ കഴിയുന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സാധാരണ ജനത്തെയോ ഇന്നത്തേതിന് സമം വിനാശകരമാം വിധത്തിൽ നേരിട്ട് ബാധിക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ ആധുനികരുടെ യുദ്ധം അത് അന്ധവും അത്യന്തം ഭീകരവുമാണ്. ശയ്യാവലംബിയായ രോഗിയെയും തൊട്ടിലിൽ ഉറങ്ങുന്ന കുഞ്ഞിനെയും അത് വെറുതെ വിടുന്നില്ല. അപരാധിയെയും നിരപരാധിയെയും വേർതിരിക്കുകയോ വീടുകൾക്കോ വിദ്യാലയങ്ങൾക്കോ ആതുരാലയങ്ങൾക്കു മുന്നിൽ ശങ്കിച്ചു നിൽക്കുകയോ ചെയ്യുന്നില്ല. ആഘോഷിക്കപ്പെടാൻ തക്ക ഒന്നും തന്നെ ഇല്ലാത്ത ശുദ്ധ ശവക്കൂത്തുകൾ മാത്രമാണ് പരിഷ്കൃത നാഗരികതകളിൽ പാർക്കുന്ന ആധുനിക മനുഷ്യന്റെ പോർമുഖങ്ങൾ. ഒരു ഏകപക്ഷീയമായ വിജയങ്ങളും സൃഷ്ടിക്കാത്ത ഈ ആയുധമാമാങ്കങ്ങൾ ഇരുപക്ഷവും തോൽക്കുന്ന സമാനതകളില്ലാത്ത അവിശുദ്ധ മത്സരങ്ങൾ തന്നെയാണല്ലോ. ഒടുവിൽ നഷ്ടങ്ങൾ അളന്നു തൂക്കി കാഴ്ചക്കാർ വിജയികളെ നിശ്ചയിക്കുകയും പരിക്കുകൾ കുറവുള്ള പക്ഷം വിജയികളാവുകയും ചെയ്യുന്നു. യാഥാർത്ഥ്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്തിനൊക്കെയോ വേണ്ടി ഭൂമിയിൽ നിരന്തരം യുദ്ധമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. സ്വന്തക്കാർക്കോ സ്വന്തത്തിനോ ഏൽക്കുന്ന കഷ്ടനഷ്ടങ്ങൾ ഏതുവായി സ്വയം അറിയാതെ നമ്മൾ ചേരികൾ ചേർന്നുകൊണ്ട് മരിക്കുന്നു. എന്തിനെയൊക്കെയോ വേണ്ടി തുടങ്ങി എങ്ങോട്ടെന്നില്ലാതെ പാതി വഴിയിൽ ഗതിമുട്ടി നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ഗാസ യുദ്ധവും മറിച്ചൊന്നുമല്ല. ലോകവ്യാപകമായി സമാധാന പ്രേമികളായ ജനങ്ങൾ യുദ്ധത്തിനെതിരായി സംഘടിക്കുകയും തെരുവിൽ പ്രതിഷേധ സമരങ്ങൾ നയിക്കുകയും ചെയ്യുമ്പോൾ തെൽ അവീവിലെ മൂക്കന്മാർക്ക് പുച്ഛമായിരുന്നു. UN പൊതുസഭയിൽ ലോക മനസാക്ഷി യുദ്ധത്തിനെതിരിൽ നിലപാട് പറയുമ്പോൾ നാലതിരും കെട്ടിയടക്കപ്പെട്ട ഗസയിലെ നാഴിയുടെ മണ്ണിൽ യുദ്ധഭൂതിയാൽ നെട്ടോട്ടമോടുന്ന ഫലസ്തീനികളെ നോക്കി ഇസ്രായേലി വ്ളോഗർമാർ പരിഹാസ നടനങ്ങൾ ചമച്ച് സോഷ്യൽ മീഡിയയിലിട്ട് ആർത്തു ചിരിച്ചു. എന്നാൽ നീണ്ടുപോയ ചോരക്കളി ആണ്ടൊന്ന് തികക്കുമ്പോഴും ചിത്രം വിചിത്രമായി മാറുകയും ചെയ്യുന്നു. 1.25 ലക്ഷം ഗസക്കാർ ടെന്റുകളിൽ തീമഴ കാത്ത് കഴിയുമ്പോൾ റിപ്പോർട്ടുകൾ പ്രകാരം 2.5 ദശലക്ഷത്തോളം ഇസ്രായേലുകാരാണ് വീട് വിട്ട് വന്നു കൊണ്ടിരിക്കുന്നത്. 4.5 ദശലക്ഷം ഇസ്രായേലി ഇന്ന് ടെന്റിലും ബങ്കറുകളുമായി യുദ്ധഭീതിയിൽ കഴിയുകയാണ്. 9.5 ദശലക്ഷം ജനസംഖ്യയുള്ള ഇസ്രായേലിൽ ഏതാണ്ട് പകുതിയോളം പേർ അരക്ഷിതമായ സാഹചര്യത്താൽ സ്വാഭാവിക ജീവിതക്രമം നഷ്ടപ്പെട്ട് യുദ്ധഭീതിയിൽ ബോംബ് ഷെൽട്ടറുകളിൽ കഴിയുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഒക്ടോബർ 7 സംഭവത്തിൽ ബന്ദികളാക്കപ്പെട്ട 251 ഇസ്രായേൽ ബന്ദികളിൽ മുഴുവൻ പേരെയും മോചിപ്പിക്കാൻ സമാധാന ചർച്ചകൾ കൊണ്ട് സാധിക്കുമായിരുന്നു. ഇസ്രായേൽ സൈന്യം അന്യായമായി അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വച്ചിരിക്കുന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 10,000-ലധികം വരുന്ന ഫലസ്തീനികളിൽ നിന്നും ഒരു സംഖ്യം പേരുടെ മോചനം വാഗ്ദാനം ചെയ്ത് ഘട്ടങ്ങളായി ഇത് സാധിച്ചെടുക്കാൻ അയൽ രാജ്യങ്ങളുടെ മധ്യസ്ഥ ശ്രമങ്ങൾ ഉപയോഗപ്പെടുത്താമായിരുന്നു. എന്നാൽ യുദ്ധക്കൊതിയും ദുരാഗ്രഹവും കൊണ്ട് വെളിവുകെട്ട ഇസ്രായേൽ നേതൃത്വം അവസരം കാത്തിരുന്ന കൗശലക്കാരെ പോലെ അധിനിവേശത്തിനും നരമേധത്തിനുമാണ് മുതിർന്നത്. എല്ലാം തുടങ്ങിവെച്ചത് ഹമാസ് ആണെന്ന് വരുത്തി തീർക്കാനാണ്. 1 നൂറ്റാണ്ട് നീളുന്ന പകൽ കൊള്ളയെയും പിടിച്ചുപറിയെയും പിന്തുണച്ച് ദൈവജനത്തിനായി കുടപിടിക്കുന്ന പിന്താങ്ങി കൂട്ടങ്ങൾ താൽപ്പര്യപ്പെട്ടതും. 1000-ലധികം ഇസ്രായേൽ കുടിയേറ്റക്കാർക്ക് ജീവഹാനിയുണ്ടായ ഹമാസിന്റെ ഒക്ടോബർ 7 ആക്രമണം ദൗർഭാഗ്യകരമായ ഒരു അനിഷ്ട സംഭവം തന്നെയായിരുന്നതിൽ തർക്കമില്ല. എന്നാൽ അധിനിവേശ ഭൂമിയിലെ തുറന്ന ജയിലിൽ നഷ്ടങ്ങളുടെ നടുവിൽ കഴിയുന്ന മർദ്ദിത സമൂഹത്തിൽ നിന്നും ഉണ്ടാകാനിടയുള്ള ക്ഷോഭ വിസ്ഫോടനമല്ലാതെ അതിനെ വിലയിരുത്തുന്നിടത്ത് നീതി അപൂർണമായിരിക്കുകയും ചെയ്യും. ഒക്ടോബർ 7 ആക്രമണം ശൂന്യതയിൽ നിന്നുണ്ടായതല്ലെന്നും ഫലസ്തീൻ ജനത 56 വർഷത്തോളമായി ശ്വാസം മുട്ടി നിൽക്കുന്ന അധിനിവേശത്തിന് വിധേയരാകുകയാണെന്നും പ്രസംഗിച്ച UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസിനെ ഓർക്കുക. തുടർന്ന് അദ്ദേഹം
ദൈവജനത്തിൻ്റെയും അവരുടെ വംശീയ ഉന്മൂലന പദ്ധതിയുടെയും പ്രയോജനകരമായ പാശ്ചാത്യ കുശാഗ്രന്മാരുടെ കോപത്തിന് പാത്രമായി വ്യാപക വിമർശനം ഏറ്റുവാങ്ങി. അദ്ദേഹത്തോട് വിയോജിച്ചവർ 2023 ജനുവരി 1 മുതൽ 2023 ഒക്ടോബർ 7 വരെ ഇസ്രായേൽ സൈനികരാൽ കൊല്ലപ്പെട്ടുവെന്ന് UN രേഖകളും കണക്കുകളും തന്നെ പറയുന്ന 43ഓളം ഫലസ്തീനി കുട്ടികൾ ജനിച്ചിട്ടില്ലേ എന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ആയിരിക്കണം. 2022 കൊല ചെയ്യപ്പെട്ട 52 കുട്ടികളും സമാനമായി മുൻ വർഷങ്ങളിൽ ഓരോന്നായി കൊല ചെയ്യപ്പെട്ട കുട്ടികളെല്ലാം ജീവിതത്തിന് അർഹതയില്ലാത്ത ഹീനജന്മങ്ങളായിരുന്നെന്ന് കരുതുന്നവർ ആയിരിക്കണം. കുട്ടികൾക്കായി പട്ടാള ജയിലിൽ സംവിധാനമുള്ള ലോകത്തെ തന്നെ ഒരേ ഒരു രാജ്യം ഇസ്രായേലാണ്. 12 വയസ്സ് മുതൽ പ്രായമുള്ള 500 മുതൽ 700 വരെ ഫലസ്തീനി കുട്ടികൾ വർഷം തോറും ഇങ്ങനെ പട്ടാള ജയിലിൽ അടക്കപ്പെടുന്നുണ്ടെന്ന് ബന്ധപ്പെട്ട അതോറിറ്റികൾ നൽകുന്ന കണക്കുകൾ പറയുന്നത്. 3/4 ലക്ഷത്തോളം ടൺ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കപ്പെട്ടെന്ന് കണക്കാക്കപ്പെടുന്ന നാടടച്ചുള്ള നരവേട്ടയിൽ 1/2 ലക്ഷത്തോളം നിരപരാധികളെ നിഷ്ഠൂരം കൊല ചെയ്യപ്പെട്ടത്. ഗസയിൽ ഇതുവരെ കൊല്ലപ്പെട്ട കുട്ടികളുടെ എണ്ണം 17,400 ആണ്. കൈകാലുകൾ നഷ്ടപ്പെട്ട് ഗുരുതര പരിക്കുകളോടെ കഴിയുന്ന വലിയൊരു സംഖ്യം കുട്ടികൾ ജീവിതത്തിനും മരണത്തിനും ഇടയിലാണ്. 251 ഇസ്രായേൽ ബന്ദികളിൽ 117 പേരാണ് ചർച്ചകളും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളുടെയും ഫലമായി പലപ്പോഴും മോചിപ്പിക്കപ്പെട്ടത്. ബന്ദികൾക്ക് പകരം ഇസ്രായേൽ മോചിപ്പിച്ച ഫലസ്തീൻ തടവുകാരിൽ 3/4 പങ്കും നേരിട്ടൊരു അക്രമ സംഭവങ്ങളിലും പങ്കാളികളല്ലാത്ത പട്ടാള ജയിലിൽ അടക്കപ്പെട്ട സ്ത്രീകളും കുട്ടികളുമായിരിക്കുന്നെന്നത് കൂടി കൂട്ടി വായിക്കണം. ഗസയിലെ വിവേചനരഹിതമായ ബോംബിങ്ങിൽ ഫലസ്തീനികൾക്കൊപ്പം ഇസ്രായേൽ ബന്ദികളും വധിക്കപ്പെട്ടു എന്നാണ് ഒരു ഘട്ടത്തിൽ ഹമാസ് വക്താക്കളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അവശേഷിച്ച 134 ബന്ദികളിൽ 33ഓളം പേരെ കുറിച്ച് അവർ ഇസ്രായേൽ ബോംബിങ്ങിൽ തന്നെ കൊല്ലപ്പെട്ടതായി ഇതിനകം സ്ഥിരീകരണം ലഭിക്കുകയും ചെയ്തു. യുദ്ധം കൊടുമ്പിരി കൊണ്ട ശേഷം മറ്റു ബന്ദികളുടെ അവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ കൃത്യമായ വിവരങ്ങളില്ല. 1 വർഷം കടന്നുപോയ യുദ്ധത്തിന്റെ പ്രഥമ ലക്ഷ്യമായി കെട്ടിഘോഷിക്കപ്പെട്ട ഹമാസിന്റെ സമ്പൂർണമായ കീഴടങ്ങൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇന്നും കയ്യെത്താ ദൂരത്താണെന്നതാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിലൂടെ തന്നെ നമുക്ക് ബോധ്യമാകുന്നത്. മനസ്സുകൊണ്ടാണെങ്കിലും ഹമാസ് അല്ലാത്ത ആരെങ്കിലും ഗസയിൽ ഇപ്പോൾ ഉണ്ടാകുമോ എന്നത് സംശയമാണ്. ഉറ്റവരെ നഷ്ടപ്പെടാത്ത, വാത്സല്യനിധികളായ പിഞ്ചോമനകളെ നഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയോ കുടുംബമോ ഗസയിൽ ഇപ്പോൾ ഉണ്ടാകില്ലെന്നതാണ് സത്യം. ഇവർ ഹമാസ് അല്ലാതെ മറ്റെന്തായി തീരുമെന്ന് മാലോകർ പ്രതീക്ഷിക്കുന്നത്. ഹമാസിന് പുറമെ ഹിസ്ബുള്ളയടക്കം ഹമാസിനേക്കാൾ ഉഗ്രന്മാരായ സായുധ സംഘങ്ങളെ വിവിധ പാർശ്വങ്ങളിലായി നേരിടുന്ന അവസ്ഥയിലേക്കാണ് ഇസ്രായേൽ പിന്നീട് എത്തിച്ചേർന്നത്. ബന്ദിമോചനം പോലും കണക്കിലെടുക്കാതെ ഹമാസുമായുള്ള വെടിനിർത്തൽ ധാരണകളെ തള്ളിക്കളഞ്ഞ് മർക്കമുഷ്ടികളുമായി മുന്നോട്ട് ഗമിച്ച നെതന്യാഹുവാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ മുന്നിൽ വെടിനിർത്തലിന് വഴങ്ങുന്നതെന്നോർക്കണം. എപ്പോൾ വേണമെങ്കിലും ഇറാനിൽ നിന്നോ ഇറാഖിൽ നിന്നോ ശക്തമായ ഒരാക്രമണം ഉണ്ടായേക്കാമെന്ന ഭയമാകട്ടെ ഇസ്രായേലി ജനങ്ങളെ വല്ലാത്ത അസ്വസ്ഥരാക്കുന്നുണ്ട്. ഫലസ്തീൻ ദേശത്തിന്റെ അസ്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ട് വിട്ടുവീഴ്ച മനോഭാവത്തോടെ രമ്യമായ പരിഹാരങ്ങൾ ശ്രമിക്കേണ്ടത് അനിവാര്യമാണെന്നും വെടിനിർത്തൽ വൈകുന്തോറും അനേകം മനുഷ്യരെ ആപത്തിൽ നിന്നും അകപ്പെടുന്നതോടൊപ്പം സ്വന്തം നിലനിൽപ്പിനെ തന്നെ അപകടത്തിലേക്ക് നയിക്കുകയുമാണ് നെതന്യാഹു ഭരണകൂടം ചെയ്യുന്നതെന്നും ഇസ്രായേൽ ജനതയിൽ ഭൂരിപക്ഷം പേരും ഇപ്പോൾ ചിന്തിക്കുന്നു. ദക്ഷിണ ലെബനൻ പ്രവിശ്യയിൽ ബഫർ സോൺ വേണമെന്ന് പോയിട്ട് നിരീക്ഷണത്തിനായി പോലും അവിടെ ഒരു സൈനിക താവളത്തിനായി കൂടി ആവശ്യം ഉന്നയിക്കാതെയാണ് ഇസ്രായേൽ ഭരണകൂടം വെടിനിർത്തലിനും സമ്പൂർണ്ണ സൈനിക പിന്മാറ്റത്തിനുമായി ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ലെബനനിൽ വെടിനിർത്തി ഗസയിൽ നരമേധം തുടരാമെന്ന വിപരീത ബുദ്ധി ഇസ്രായേൽ നേതൃത്വത്തിനുണ്ടെങ്കിൽ വിനാശം പുതിയൊരു വഴിവെട്ടി വരുന്നതിനാകും അവരും നമ്മളും സാക്ഷ്യം വഹിക്കുക. അശുഭകരമായതൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം.